2 ദിവസം നീണ്ടുനിൽക്കുന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ദില്ലിയിൽ തുടക്കമാകും. സീതാറാം യെച്ചൂരിക്ക് പകരം പുതിയ ജനറൽ സെക്രട്ടറി ഉടനുണ്ടാകില്ല. മുതിർന്ന നേതാക്കളിൽ ഒരാൾക്ക് താൽക്കാലിക ചുമതല നൽകാനാണ് സാധ്യത. പുതിയ ജനറൽ സെക്രട്ടറിയെ അടുത്ത വർഷം ചേരുന്ന പാർട്ടി കോൺഗ്രസ് നിശ്ചയിക്കട്ടെ എന്ന ധാരണയാണ് പാർട്ടിയിലുണ്ടായിരിക്കുന്നത്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. ആദിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ യെച്ചൂരിയുടെ നിര്യാണത്തിന് ശേഷം CPIM പോളിറ്റ് ബ്യൂറോ ചേരുമ്പോൾ ഈ ജനറൽ സെക്രട്ടറി ആരാകുമെന്നുള്ള കാര്യത്തിൽ അത് ഉടൻ ഉണ്ടാകില്ല എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പകരം ചുമതല ആർക്കു നൽകും? എന്തെല്ലാമായിരിക്കും യോഗത്തിലെ മറ്റ് അജണ്ടകൾ? പ്രധാനപ്പെട്ട അജണ്ട സീതാറാം യെച്ചൂരിക്ക് ശേഷം CPM ജനറൽ സെക്രട്ടറിയുടെ ചുമതല ആര് വഹിക്കും എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനവുമാണ്. കാരണം CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് മരിക്കുന്ന ആദ്യ വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. ഇതുകൊണ്ട് തന്നെ പാർട്ടി ഇതിനുമുമ്പ് ഇതുപോലൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PB അംഗങ്ങളെല്ലാം ഇപ്പോൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി. ഇന്ന് 11 മണിക്ക് PB യോഗം ആരംഭിക്കും. പ്രധാനപ്പെട്ട അജണ്ട ഈ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ആർക്ക് കൈമാറണം എന്നുള്ളത് തന്നെയാണ്. അടുത്ത വർഷം പാർട്ടി കോൺഗ്രസ് ചേരാനിരിക്കെ പുതിയ ജനറൽ സെക്രട്ടറി സ്വാഭാവികമായും തെരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പുതിയൊരു ജനറൽ സെക്രട്ടറിയെ തീരുമാനിച്ച് ഒരു ഔദ്യോഗികമായി ചുമതല പൂർണ്ണാർത്ഥത്തിൽ കൈമാറുന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് PB ആലോചിക്കുന്നത്. പകരം ഏതെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ട് താൽക്കാലിക ചുമതല എന്ന നിലയിൽ ചുമതല നൽകാനുള്ള ആലോചനകളുണ്ട്. പ്രധാനമായും മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ പേരാണ് പരിഗണിക്കുന്നത്. താൽക്കാലികമായി 1 വർഷത്തേക്ക് ചുമതല നൽകുന്നു. അതിനുശേഷം അടുത്ത പാർട്ടി കോൺഗ്രസിൽ സ്ഥിരം ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നു എന്ന രൂപത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായി നടക്കുന്നത്. ഈ പ്രകാശ് കാരാട്ട് അല്ലെങ്കിൽ MA ബേബി, ബൃന്ദ കാരാട്ട്, മുഹമ്മദ് സലീം അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേരും പരിഗണനയിലുണ്ട്. ഇന്ന് ചേരുന്ന PB യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട ഇതുതന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും PB യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.